താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മനാ ദൈവമേ, ആരാധന. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മനാം ദൈവമേ, ആരാധന. പരിശുദ്ധ ത്രിയേക ദൈവ സാന്നിധ്യമേ, സ്വർലോകത്തോടൊപ്പം ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും അങ്ങേയ്ക്കാരാധന. ആരാധന, 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 സ്തുതി ആരാധന. ആരാധന, 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 നന്ദി ആരാധന. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മനാം ദൈവമേ, ആരാധന. താതനാം ദൈവമേ, പുത്രനാം ദൈവമേ, ആത്മനാം ദൈവമേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്ഥിതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനായ എളിയവനിൽ എളിയവനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കാരുണ്യത്തിൻ്റെ മുഖമുള്ള ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, നിറഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ ഏതാനും സമയം അങ്ങയുടെ മുൻപിലായിരിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. ഞങ്ങളുടെ സകല പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും കൃപകളും കൊണ്ട് അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണമേ. എന്നും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയും നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള ചിന്തകൾക്കനുസരിച്ച് പ്രവൃത്തികളെ രൂപപ്പെടുത്തുവാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമുക്കൊരല്പസമയം നമ്മുടെ തല കൊണ്ടുള്ള ചിന്തകളെ ഒന്ന് മാറ്റിവെച്ച്, നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള ചിന്തകളെ ഒന്ന് മാറ്റിവെച്ച് ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കുവാനായിട്ട് ഒന്ന് പരിശ്രമിക്കാം. ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കുവാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ബുദ്ധിക്ക് കാരണമില്ലാത്തിടത്ത് നമ്മുടെ ഹൃദയം കൃത്യമായ ചില കാരണങ്ങളൊക്കെ കണ്ടെത്തും. പൊതുവെ എല്ലായിടത്തും ആരാധിക്കപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് വിജയിച്ചവരാണ്, വിജയങ്ങൾ കൈവരിച്ചവരാണ്, വിജയങ്ങൾ നേടിയെടുത്തവരാണ്, വിജയത്തിൻ്റെ കിരീടമണിഞ്ഞവരാണ്. 10 പേരുള്ള ഒരു ഓട്ട മത്സരം നമ്മുടെ മനസ്സിലേക്ക് എന്നും ഓർമ്മയിൽ കടന്നു വരുന്നത് ആദ്യം 3 സ്ഥാനങ്ങളിലും ഓടിയെത്തിയവരാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ മുഖങ്ങൾ നമ്മൾ പതുക്കെ പതുക്കെ മറന്നുപോകും.
കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച MLA-മാരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അവരോടൊപ്പം മത്സരിച്ച പലരുടെയും മുഖം നമുക്ക് ജ്ഞാതമാണ്. ഒട്ടും പരിചിതമല്ല അവരുടെയൊന്നും മുഖങ്ങൾ. കായിക രംഗത്തൊക്കെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചവരൊക്കെ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെയൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോലും മാറിപ്പോയി. അപ്പോൾ എല്ലായിടത്തും ഓർമ്മിക്കപ്പെടുന്നത്, പരിഗണിക്കപ്പെടുന്നത് വിജയിച്ചവരാണ്, വിജയങ്ങൾ കൈവരിച്ചവരാണ്. വിജയിച്ചവരെ ആഘോഷിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും എന്നൊക്കെ ചെയ്യുന്ന ഒരു സംസ്കാരത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വന്നണഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ അമ്പയെ പരാജയപ്പെട്ടു പോയ ഒരുവന്റെ മുൻപിലാണ്. നമ്മുടെ ഈ ദൈവം ആരാണ്? മാനുഷികമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ഒരു വിജയങ്ങളും സ്വന്തം ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്തവൻ, പറയത്തക്ക ഒരു നന്മയും ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്തവൻ, വിജയത്തിന്റെ കിരീടങ്ങൾ അണിഞ്ഞിട്ടേ ഇല്ലാത്തവൻ, രാജകീയമായ ഒരു പദവികളും അലങ്കരിക്കുവാനായിട്ട് അവസരം ലഭിച്ചിട്ടില്ലാത്തവൻ, അങ്ങനെയുള്ളൊരു ദൈവത്തിന് മുൻപിലാണ് നമ്മൾ അണഞ്ഞിരിക്കുക. തോൽവി കയ്പാണെന്നറിഞ്ഞിട്ടും തോറ്റുപോയവരോട് നമുക്കൊരല്പം കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ട്. തോറ്റുപോയവരോട് തോന്നുന്ന അബോധകരമായ ഒരു തരം ഇഷ്ടം നമുക്ക് നമ്മുടെ തമ്പുരാനോട് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു തോറ്റുപോയവരെയും ഇത്ര കണ്ട് ആരാധിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ സഭയല്ലാണ്ട് മറ്റൊന്നും തന്നെ ഉണ്ടാവാൻ ഇടയില്ല. ഒന്നും തന്നെ ഇല്ലെന്ന് തോന്നുന്നു. തോറ്റുപോയവരെ ഇത്ര കണ്ട് പരിഗണിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം. ആരുടെയൊക്കെ മുമ്പിലാണോ നമ്മൾ മുട്ടുമടക്കുന്നത്, ആരുടെയൊക്കെ മുമ്പിലാണോ നമ്മൾ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്, ആരുടെയൊക്കെ മുൻപിലാണോ നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്, അവരുടെ എല്ലാം ജീവിതം മാനുഷികമായ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ തോറ്റുപോയ ജീവിതമാണ്. ഒരുപാട് കുറവുകളുള്ള ജീവിതമാണ്. ഒരുപാട് പരിമിതികളുള്ള ജീവിതമാണ്. ജീവിതത്തിൽ അമ്പയും പരാജയപ്പെട്ടു പോയ ജീവിതമാണ്. ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നു പോവാം. കൊൽക്കത്തയിലെ ലൊറേറ്റോ കോൺവെന്റിന്റെ സകല സുരക്ഷിതത്വങ്ങളും വേണ്ടെന്ന് വെച്ച് കൊൽക്കത്ത തെരുവോരങ്ങളിലേക്കും ഇറങ്ങി വന്ന ഒരു സ്ത്രീയെ നമുക്കറിയാം. ഒരു വൃദ്ധയായ സ്ത്രീ, വിശുദ്ധ മദർ തെരേസ. തെരുവോരങ്ങളിലേക്കും അഴുക്കുശാലകളിലേക്കും വലിച്ചെറിയപ്പെട്ട കുഞ്ഞുങ്ങളെ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അവരുടെയൊക്കെ അമ്മയായിട്ട് മാറിയ ഈ മദർ തെരേസയ്ക്ക് എന്ത് വിജയത്തെക്കുറിച്ചാണ്, എന്ത് നേട്ടങ്ങളെക്കുറിച്ചാണ്, എന്ത് നന്മയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളതോ? ജീവിതത്തിൽ പറയത്തക്ക ഒരു നേട്ടങ്ങളും ഒരു വിജയങ്ങളും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു സ്ത്രീ. അവരൻ്റെ വേദനകളെ എൻ്റെ വേദനകളാക്കി മാറ്റണമേ, അവരൻ്റെ ദുഃഖങ്ങളെ എൻ്റെ ദുഃഖങ്ങളാക്കി മാറ്റണമേ, അവരൻ്റെ സങ്കടങ്ങളെ എൻ്റെ സങ്കടങ്ങളാക്കി മാറ്റണമേ എന്ന് പകലന്തിയോളം പ്രാർത്ഥിച്ച് തമ്പുരാന്റെ തിരുസന്നിധിയിൽ കരഞ്ഞപേക്ഷിച്ച് അവരുടെ സഹനങ്ങളൊക്കെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങിയ ഒരമ്മയെ നമുക്കറിയാം. ഭരണജ്ഞാനത്തെയും വിശുദ്ധ അൽഫോൻസാമ. എന്ത് നന്മയെക്കുറിച്ചാണ്, എന്ത് വിജയത്തെക്കുറിച്ചാണ്, എന്ത് നേട്ടത്തെക്കുറിച്ചാണ് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിന് നമ്മളോട് സംസാരിക്കാനുള്ളത്? ജീവിതത്തിൽ കാര്യമായ ഒരു നേട്ടങ്ങളും ഒരു വിജയങ്ങളും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരമ്മ. നീതിക്ക് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ, പാവങ്ങളോട് പക്ഷം ചേർന്നതിൻ്റെ പേരിൽ, പാവങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ സ്വന്തം ശരീരത്തിൽ നിരവധി മുറിവുകൾ ഏറ്റുവാങ്ങി സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വന്ന ഒരു കന്യാസ്ത്രീ നമുക്കറിയാം. സിസ്റ്റർ റാണി മരിയ, ഇൻഡോർ റാണി എന്നറിയപ്പെടുന്ന സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തിൽ പറയത്തക്ക എന്ത് നേട്ടങ്ങളാണുള്ളത്, എന്ത് നന്മകളാണ്, എന്ത് വിജയങ്ങളാണ് അവൾ കൈവരിച്ചത്? പറയത്തക്ക നേട്ടങ്ങൾ ഒന്നും കൈവരിച്ചിട്ടില്ലാത്ത ഒരു ജീവിതം. ഇവരുടെയൊക്കെ മുൻപിലാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്, നമ്മൾ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അമ്മയെ നമുക്കൊന്ന് പരിഗണിക്കാം, പരിശുദ്ധ കന്യകാമറിയത്തെ. നന്മ നിറഞ്ഞവളെ, ഭാഗ്യവതി എന്നൊക്കെയാണ് നമ്മൾ ആ മറിയത്തെ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നത്. ഒരു ജപമാല ചൊല്ലുന്ന വേളയിൽ ഒരു 50 തവണയെങ്കിലും നമ്മൾ ഏറ്റുപറയുന്നുണ്ട്, മറിയം നന്മ നിറഞ്ഞവളാണ്, മറിയം കൃപ ചെയ്തവളാണ്, മറിയം ഭാഗ്യപ്പെട്ടവളാണ്, നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. സുവിശേഷം മറിയത്തിന് നൽകുന്ന വിശേഷണം എന്തൊക്കെയാണ്?
ഭാഗ്യവതി, അനുഗ്രഹിക്കപ്പെട്ടവൾ, കൃപ ചെയ്തവൾ, നന്മ നിറഞ്ഞവൾ, ഇങ്ങനെയൊക്കെയാണല്ലോ സുവിശേഷ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത്. എന്തു നന്മയെക്കുറിച്ചാണ്, എന്തു ഭാഗ്യത്തെക്കുറിച്ചാണ്, എന്തു നേട്ടത്തെക്കുറിച്ചാണ്, എന്ത് വിജയത്തെക്കുറിച്ചാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ, നമ്മുടെ ദൈവത്തിൻ്റെ അമ്മയ്ക്ക് നമ്മളോട് സംസാരിക്കാനുള്ളത്. ഞാൻ പറയുന്നത് സുവിശേഷത്തിലെ മറിയത്തെക്കുറിച്ചാണ്, ചരിത്രത്തിലെ മറിയത്തെക്കുറിച്ചാണ്. ചരിത്രത്തിലൂടെ നടന്നു നീങ്ങിയ നസ്രത്ത് എന്ന ഒരു ഗ്രാമത്തില് ജോവാക്കിന്റെയും അന്നയുടെയും മകളായിട്ട് ജനിച്ച മറിയത്തെക്കുറിച്ചാണ്. അല്ലാണ്ട് നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ച് നമ്മുടെ ഭാവനയിൽ നമ്മൾ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന മറിയത്തെക്കുറിച്ചല്ല. നമ്മുടെ സ്വപ്നത്തിലൊരു മറിയമുണ്ടല്ലേ, നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു മറിയ സങ്കല്പം. അങ്ങകലെ ആകാശമേഘങ്ങൾക്കിടയിൽ പളുപളുത്ത വസ്ത്രങ്ങൾ ധരിച്ച്, നീല അങ്കിയൊക്കെ ധരിച്ച്, വളരെ സൗന്ദര്യവതിയായ ഒരു മറിയത്തെക്കുറിച്ച് നമ്മുടെ ഭാവന നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മുടെ സ്വപ്നത്തിലെ മറിയമാണ്, അത് ചരിത്രത്തിലെ മറിയമല്ല. സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന മറിയമാരാണ്, ചരിത്രം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന മറിയമാരാണ്. നസ്രത്ത് എന്ന ഗ്രാമത്തില് ജോവാക്കിന്റെയും അന്നയുടെയും മകളായിട്ട് ജനിച്ച ഒരു മറിയം. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായിട്ട് കാണപ്പെട്ടതിൻ്റെ പേരിൽ സ്വന്തം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുമിത്രാദികളുടെയും ശാപവാക്കുകളും കുത്തുവാക്കുകളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മറിയം. ഏതൊരു സ്ത്രീയുടെയും അവകാശമാണ് തൻ്റെ സ്വകാര്യതയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നുള്ളത്. അതുപോലും നിഷേധിക്കപ്പെട്ട മറിയം. പറക്കമറ്റാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം നാടും വീടും ബന്ധങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യുവാനായിട്ട് വിധിക്കപ്പെടുന്ന മറിയം. ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ട് വിധവയായിട്ട് മാറുന്ന മറിയം. താൻ നൊന്ത് പ്രസവിച്ചും വളർത്തു വലുതാക്കിയ തൻ്റെ മകനെ യഹൂദ പ്രമാണികളും യൂത പടികാളികളും ഒക്കെ അതിക്രൂരമായി മർദ്ദിക്കുന്നത് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണേണ്ടി വരുന്ന ഒരു മറിയം. കൽവരിലെ കുരിശില് അതിദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുന്ന ഒരു മകനെ നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കേണ്ടി വന്നവൾ. കൊല ചെയ്യപ്പെട്ട തൻ്റെ മകന്റെ ശരീരം സ്വന്തം അടിത്തട്ടിലേക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ ഗതികേട് അനുഭവിച്ചവൾ. ഏതമ്മയ്ക്കാണ് ഇതൊക്കെ സഹിക്കാനാവുക? ഈ മറിയത്തെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുക. നന്മ നിറഞ്ഞവളെ, കൃപ ചെയ്തവളെ, ഭാഗ്യവതി, അനുഗ്രഹിക്കപ്പെട്ടവളെ എന്നെല്ലാം വിളിച്ചു. എന്തനുഗ്രഹത്തെക്കുറിച്ചാണ്, എന്തു കൃപകളെക്കുറിച്ചാണ്, എന്തു വിജയത്തെക്കുറിച്ചാണ്, എന്തു നേട്ടത്തെക്കുറിച്ചാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ അമ്മയ്ക്ക് നമ്മളോട് സംസാരിക്കാനുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാ ഇവരുടെയൊക്കെ മുൻപിൽ നമ്മൾ മുട്ടുകൾ മടക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നത്, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്, ഈ അമ്മയുടെ മുൻപിൽ മുട്ടുമടക്കി ജപമാലകൾ ചൊല്ലി കണ്ണീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഉത്തരങ്ങളെല്ലാം വിരൽ ചൂണ്ടുക ഈ മനുഷ്യനിലേക്ക്. 100% മനുഷ്യനും 100% ദൈവവുമായി നമ്മുടെ മുൻപിൽ അവതരിച്ച ക്രിസ്തുവിലേക്കാണ്. ജീവിതത്തിൽ ഈ ക്രിസ്തുവിനോളം തോറ്റുപോയവനായിട്ട് മറ്റാരുമില്ല. ഈ ക്രിസ്തുവിനോളം പരാജയപ്പെട്ടവനായിട്ട്, ജീവിതത്തിൽ അമ്പയെ പരാജയപ്പെട്ടവനായിട്ട് ഈ ക്രിസ്തുവിനോളം മറ്റാരുമില്ല. ഉത്തരങ്ങളൊക്കെ, ചോദ്യങ്ങളൊക്കെ വിരൽ ചൂണ്ടുന്നത്, എത്തി നിൽക്കുന്നത് ഈ ക്രിസ്തുവിലാണ്. നമ്മുടെ ക്രിസ്തുവാരാണ്? നമ്മുടെ ദൈവമാരാണ്? ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായി ഈ ഭൂമിയിലൂടെ അലഞ്ഞു നടന്നവൻ. സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാണ്ട് മുക്കുവന്മാരുടെയൊക്കെ വഞ്ചിയുടെ തുഞ്ചത്ത് തലവെച്ച് ഉറങ്ങിയവൻ. സ്വന്തമായൊരു ജോലിയില്ലാതിരുന്നവൻ. മരണത്തിന് ശേഷം അടക്കപ്പെടുവാനായിട്ട് സ്വന്തമായിട്ടൊരു കല്ലറ പോലും ഇല്ലാണ്ട് അപരൻ്റെ കല്ലറയെ ആശ്രയിക്കേണ്ടി വന്നവൻ. ജീവിതകാലം മുഴുവൻ പരാജയത്തിൻ്റെ പാതയിലൂടെയാണ് ക്രിസ്തു ജനിച്ചത്. ജനനം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഉദ്ധാനം കൊണ്ടും ക്രിസ്തു ദരിദ്രനായിരുന്നു, തോറ്റുപോയവനായിരുന്നു. ജീവിതകാലത്ത് ഒന്നും ക്രിസ്തുവിനെ പറയത്തക്ക നേട്ടങ്ങൾ കൈവയ്ക്കാനായിട്ടില്ല. ജനിച്ചത് കാലത്തൊഴുത്തില്ല, വിജയത്തിന്റെ ഭാവങ്ങൾ ഒന്നുമില്ലാത്ത, രാജകീയമായ പദവികൾ ഒന്നുമില്ലാത്ത ഒരു കാലത്തൊഴുത്തില്ല. ജീവിതകാലം മുഴുവൻ അലഞ്ഞുടക്കേണ്ടി വന്നു ഒരു പരദേശിയെ കണക്കിന്. എന്ത് രാജകീയ പദവികളാണ് ക്രിസ്തു അലങ്കരിച്ചത്! മരണത്തിന് ശേഷം അടക്കപ്പെടുവാനായിട്ട് ഒരു കല്ലറ പോലും ഇല്ലാത്തതിൻ്റെ
ഗതികേട് അനുഭവിക്കേണ്ടി വന്നവൻ. ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന് പോലും പറയത്തക്ക നേട്ടങ്ങളോ രാജകീയ പദവികളോ ഉണ്ടായിരുന്നില്ല. ഉദ്ധാനം ചെയ്ത ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന 2 സന്ദർഭങ്ങൾ നമുക്കൊന്ന് പരിഗണിക്കാം. മഗ്ദല മറിയത്തിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ഒരു തോട്ടക്കാരനായിട്ടാണ്. എന്ത് വിജയത്തെക്കുറിച്ചാണ്, എന്ത് നേട്ടത്തെക്കുറിച്ചാണ് ഒരു തോട്ടക്കാരന് സംസാരിക്കാനുള്ളത്? എമ്മാവുസിലേക്ക് പോയ യാത്രക്കാരുടെ മധ്യേ ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് ഒരു വഴി യാത്രകനായിട്ടാണ്, ഒരു യാത്രക്കാരനായിട്ടാണ്. എമ്മാവുസ് ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് യാത്രക്കാരനായിട്ട്, കുതിരപ്പുറത്തോ കഴുതപ്പുറത്തോ യാത്ര ചെയ്യുന്നവനായിട്ടല്ല, പൊരുവെയിലത്ത് നടന്നു നീങ്ങുന്ന ഒരു യാത്രക്കാരനായിട്ടാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുക. ജനനം കൊണ്ട്, ജീവിതം കൊണ്ട്, മരണം കൊണ്ട്, ഉദ്ധാനം കൊണ്ട് ക്രിസ്തു ദരിദ്രനായിരുന്നു. ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാത്തവനായിരുന്നു. വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാത്തവനായിരുന്നു. ഈ ദൈവത്തെ, ഈ ക്രിസ്തുവിനെ നമ്മൾ വിളിക്കുന്നത് ദൈവമെന്നാണ്, യേശു ക്രിസ്തു എന്നാണ്. യേശുവിൽ നിന്നും ക്രിസ്തുവിലേക്ക് കൃത്യമായ ചില അന്തരമുണ്ടെന്ന് തോന്നുന്നു. മുറിവേറ്റപ്പെട്ട ക്രിസ്തുവാണ്, ബലഹീനനായ ക്രിസ്തുവാണ്, ബലഹീനനായ യേശുവാണ് നമ്മുടെ ദൈവം. മുറിയപ്പെട്ട യേശുവാണ് ക്രിസ്തു, ആ ക്രിസ്തുവാണ് നമ്മുടെ ദൈവം. ഒരു വൃത്തമെന്ന് പറഞ്ഞാൽ അതെന്താണ് നമുക്കറിയാമല്ലേ? ഒരു വൃത്തം. ഒരു ചതുരമെന്ന് പറഞ്ഞാലും എന്തെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു വൃത്തചതുരമെന്ന് പറഞ്ഞാലോ കാര്യങ്ങൾ അത്ര കൃത്യമായിട്ട് നമുക്ക് പിടുത്തം കിട്ടണില്ല. ഒരു ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ? വളരെ വലിയ രാജകീയ പദവികൾ അലങ്കരിക്കുന്ന, സകല പ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്ന ശക്തനായ, ധീരനായ, രാജാതിരാജനായ ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് ഇസ്രായേൽ ജനം കേട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ളൊരു ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ അവരുടെ മനസ്സിലുള്ളൂ. അങ്ങനെയുള്ളൊരു ദൈവസങ്കല്പം തകിടം മറിച്ചിട്ടാണ് ക്രിസ്തു ഉദയം ചെയ്യുക. ക്രിസ്തുവിലൂടെ ഉദയം ചെയ്യുന്ന, ക്രിസ്തുവിലൂടെ പുനഃസൃഷ്ടിക്കപ്പെടുന്ന ദൈവസങ്കല്പം എന്താണ്? ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന, ദുരിതം അനുഭവിക്കുന്ന, മുറിവേൽക്കുന്ന, കുരിശിൽ തൂങ്ങിമരിക്കുന്ന ദൈവസങ്കല്പം, ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ദൈവസങ്കല്പം. പൗലോസ്ലീഹയുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ തൻ്റെ ദൈവം ആരാണെന്ന്, തൻ്റെ ക്രിസ്തു എങ്ങനെ, തൻ്റെ യേശു അങ്ങനെ ദൈവപുത്രനായെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു നൽകുന്നുണ്ട്. തന്നെ താഴ്ത്തി മുറിയപ്പെട്ട് അവൻ ക്രിസ്തുവായിട്ട് മറിയുന്ന പൗലോസ്ലീഹ പറയുക. നമ്മുടെ ദൈവം മുറിയപ്പെട്ടവനാണ്, പരാജയപ്പെട്ടവനാണ്, ജീവിതത്തിലെ തുന്നം പാടിയവനാണ്. ഈ തോൽവികൾ നമുക്ക് വേണ്ടിയായിരുന്നു, ഈ പരാജയങ്ങൾ നമുക്ക് വേണ്ടിയായിരുന്നു, ക്രിസ്തു അനുഭവിച്ച നെടുവീർപ്പുകൾ നമുക്ക് വേണ്ടിയായിരുന്നു. നമുക്ക് വേണ്ടി വേദനകൾ ഏറ്റുവാങ്ങിയ, ദുഃഖങ്ങൾ ഏറ്റുവാങ്ങിയ, സഹനങ്ങൾ ഏറ്റുവാങ്ങിയ, പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ക്രിസ്തുവിന് മുൻപിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഏതാനും നിമിഷങ്ങളായിരിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ തമ്പുരാനെ സമർപ്പിക്കാം. നമ്മേക്കാൾ ഒരുപാട് ദുരിതങ്ങൾ ഏറ്റുവാങ്ങിയ, പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ തമ്പുരാൻ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൃത്യമായ മറുപടി നൽകും. തമ്പുരാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുന്ന് സ്വീകരിക്കണമേ. എന്നും അങ്ങയോട് ചേർന്ന് നിൽക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രാജാധിരാജൻ കാലിത്തോഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപിദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? രാജാധിരാജൻ കാലിത്തോഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപിദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം
സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന് നീതിമാൻ ദൈവം കാൽവരി ക്രൂശിൽ ബലിദാനമായതിൻ രഹസ്യമെന്തേ? മൃതിയെ തകർത്ത് മൂന്നാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. കരുണവാനായ നല്ല തമ്പുരാനെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ അണിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും പൂർണ്ണമായിട്ടും അങ്ങേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കും. ഞങ്ങളുടെ നിയോഗങ്ങളെയും ഗൗരവമായിട്ട് അങ്ങ് പരിഗണിക്കും. ഞങ്ങളെക്കാൾ ഒരുപാട് വേദനകളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങിയവനാണ് അങ്ങ്. ആരുടെയൊക്കെ മുൻപിൽ തലകുനിക്കേണ്ടി വന്നാലും അങ്ങയുടെ മുൻപിൽ ഞങ്ങൾക്ക് തലകുനിച്ച് നിൽക്കേണ്ടി വരില്ല. ഞങ്ങളെക്കാൾ അധികം തല താഴ്ത്തിയവനാണ് അങ്ങ്. ആരുടെയൊക്കെ മുൻപിൽ അപമാനഭാരം നിമിത്തം നിറമിഴികളോടെ നിൽക്കേണ്ടി വന്നാലും അങ്ങയുടെ മുൻപിൽ ഞങ്ങൾക്ക് പുഞ്ചിരി തൂക്കി നിൽക്കാനാവും. ഞങ്ങളെക്കാൾ ഒരുപാട് അധികം അപമാനങ്ങൾ ഏറ്റുവാങ്ങിയവനാണ് അങ്ങ്. ഇവിടെയൊക്കെ ഞങ്ങൾ തോറ്റുപോയാലും, ഇവിടെയൊക്കെ ഞങ്ങൾ തോൽവികൾ ഏറ്റുവാങ്ങിയാലും അങ്ങയുടെ മുൻപിൽ വിജയഭാവത്തിൽ ഞങ്ങൾക്കായിരിക്കാനാവും. ഞങ്ങളെക്കാൾ ഒരുപാട് അധികം തോൽവികൾ ഏറ്റുവാങ്ങിയവനാണങ്ങ്, പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവനാണങ്ങ്. ബ്രാനെ, ഞങ്ങളുടെ പരാജയങ്ങളുടെയും തോൽവികളുടെയും വീഴ്ചകളുടെയും കണക്ക് പുസ്തകങ്ങളുമായിട്ടാണ് ഞങ്ങൾ അങ്ങയുടെ മുൻപിലേക്ക് കടന്നു വന്നത്. ഇന്നിതാ ഞങ്ങൾ തിരിച്ചറിയുന്നു, ഞങ്ങളെക്കാൾ ഒരുപാട് വിഷമങ്ങളും ദുഃഖങ്ങളും ഏറ്റുവാങ്ങിയവനാണെന്ന്. ഞങ്ങളുടെ സഹനങ്ങളെയും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെയും ഞങ്ങളുടെ ആകുലതകളെയും അങ്ങയുടെ സഹനങ്ങളോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവനെ സധൈര്യം പ്രത്യാശയോടുകൂടെ ഞങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുവാൻ ഞങ്ങൾക്ക് കൃപയാകണമേ, വരം നൽകണമേ. എനിക്കായി മുറിഞ്ഞവനേ, എനിക്കായി തകർന്നവനേ, എനിക്കായി മുറിഞ്ഞവനേ, എനിക്കായി തകർന്നവനേ, എനിക്കായി രക്തം ചിന്തിയവനേ, എനിക്കായി മരിച്ചവനേ, എനിക്കായി രക്തം ചിന്തിയവനേ, എനിക്കായി മരിച്ചവനേ. ഞങ്ങൾക്ക് വേണ്ടിയും പീഡകളേറ്റുവാങ്ങിയ, ഞങ്ങൾക്ക് വേണ്ടിയും സഹനങ്ങളേറ്റുവാങ്ങിയ, ഞങ്ങൾക്ക് വേണ്ടിയും തോൽവികളേറ്റുവാങ്ങിയ ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ, ഉറച്ച വിശ്വാസത്തോടും
പരിപൂർണമായ ഹൃദയത്തോടും കൂടെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ അണഞ്ഞിരിക്കുന്നു. കുറവുകളെയും പോരായ്മകളെയും അസ്വസ്ഥതകളെയും ഓർത്ത് പരാതി പറയുന്നതിന് പകരം സ്നേഹവും കരുണയും ആർദ്രതയും അപരന് പകർന്നു നൽകുവാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. തമ്പുരാൻ്റെയും അങ്ങയുടെ അനന്തമായ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്തിനായി ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ അണയുന്നു. യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ, യേശുവേ രക്ഷക കർത്താവേ നാഥനേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,